ഫാസ്ടാഗ് ഉണ്ടായിട്ടും ടോൾ പ്ലാസകളിൽ നീണ്ട ക്യൂവോ അവഗണനയോ ഒരു വാഹന ഉടമ നേരിടുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഫാസ്ടാഗ് ടോൾ ബൂത്തുകളിൽ നയാ പൈസ കൊടുക്കാതെ അങ്ങനെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അത് നിയമത്തിലുണ്ട്. പക്ഷേ ഇവിടെ ടോൾ ബൂത്തിലെ ജീവനക്കാരെ അത് മനസ്സിലാക്കി എടുപ്പിക്കണം എന്ന് മാത്രം. അതാണ് കഷ്ടപ്പാട്. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. തിരക്കേറിയ ഒരു ടോൾ പ്ലാസ കടന്നു പോകുന്ന ഡ്രൈവർക്ക് ₹1 പോലും ടോൾ നൽകാതെ യാത്ര ചെയ്യാൻ അവകാശം ഉറപ്പു നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി. അവർ ടോൾ ബൂത്തുമായി ബന്ധപ്പെട്ട പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. ഫാസ്ടാഗ് ഉള്ള ബൂത്താണെങ്കിൽ പണം ഈടാക്കാൻ 10 സെക്കൻഡിലധികം കാലതാമസം പാടില്ല. 100 മീറ്ററിലധികം ദൂരത്തേക്ക് ബൂത്തിൽ വാഹനനിര പാടില്ല എന്നിവയാണ് ഈ രണ്ട് ഉറപ്പുകൾ. ഫാസ്ടാഗ് ഘടിപ്പിച്ച വാഹനങ്ങൾ ടോൾ പ്ലാസകളിലെ പ്രത്യേക ഫാസ്ടാഗ് പാതയിലൂടെ 10 സെക്കൻഡിനുള്ളിൽ കടന്നു പോയിരിക്കണം. ആ ക്യൂവിന് 100 മീറ്റർ കൂടുതൽ നീളമുണ്ടെങ്കിൽ ക്യൂവിലെ വാഹനങ്ങളെ ടോൾ കൊടുക്കാതെ കടന്നു പോകാനും ജീവനക്കാർ അനുവദിച്ചിരിക്കണം. 50 കോടി രൂപയിൽ കൂടുതൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ ക്യാമറ ഉപയോഗിച്ച് ടോൾ പിരിക്കാൻ അനുമതി നൽകാനുള്ള കരട് നിയമം സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്ന ഈ വേളയിൽ ദേശീയപാത അതോറിറ്റിയുടെ ടോൾ ബൂത്തുകളിൽ ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ടെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. സൈനിക വാഹനങ്ങൾ, ഭരണകർത്താക്കൾ പോലുള്ള VIP-കളുടെ വാഹനങ്ങൾ, പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, 2 വീലറുകൾ ഇവയ്ക്ക് മാത്രമാണ് ടോൾ ഇളവുള്ളത്. മറ്റെല്ലാ വാഹനങ്ങളും നിശ്ചിത ടോൾ കൊടുത്തേ മതിയാകും. വാഹന യാത്രക്കാരുടെ സൗകര്യാർത്ഥം ടോൾ പ്ലാസകളിലെ നീണ്ട ക്യൂ ഇല്ലാതാക്കുന്നതിനാണ് സംവിധാനം. അതിലൊന്നാണ് ഫാസ്ടാഗ്. അതുറപ്പാണ്. അടുത്തിടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ടോൾ ബൂത്തുകളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചത്. 10 സെക്കൻഡ് റൂൾ. പുതുക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദി 10 സെക്കൻഡ് റൂൾ. പണം കൊടുത്ത് ടോൾ ബൂത്തുകൾ കടക്കുന്നതിന് ഏറെ സമയം നഷ്ടമാകുന്നു എന്ന് വ്യക്തമായതോടെയാണ് കേന്ദ്ര സർക്കാർ ഈ ഫാസ്ടാഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. വാഹനം ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേക സംവിധാനത്തിലൂടെ ഫാസ്ടാഗ് അക്കൗണ്ടിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കുകയാണ് ചെയ്യുന്നത്. ഞൊടിയുടെ മാത്രം മതിയാകും ഇതിന്. എന്നാൽ ഈ ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഫാസ്ടാഗ് കൊണ്ട് ഒരു അർത്ഥവുമില്ല. 10 സെക്കൻഡ് റൂൾ പറയുന്നത് തന്നെയാണ്. ടോൾ ബൂത്തിൽ 10 സെക്കൻഡിൽ കൂടുതൽ വാഹനം കാത്തു നിൽക്കേണ്ടി വന്നാൽ ആ വാഹനത്തെ ടോൾ നൽകാതെ കടത്തിവിടണമെന്നാണ് പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത്. എത്ര തിരക്കുള്ള സമയത്തും ഈ നിയമം ബാധകമാണ് രാജ്യത്തെവിടെയും. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇത് ബാധകമല്ലെന്ന് ഒന്ന് ഓർമ്മിക്കണം. ഒരു ഫാസ്ടാഗിന് 5 വർഷം മാത്രമാണ് സാധ്യത. ഇതിൽ ആവശ്യത്തിൽ പണമുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് വാഹന ഉടമയാണ്. മതിയായ ബാലൻസ് ഇല്ലെങ്കിൽ ഉടൻ ഫാസ്ടാഗ് അക്കൗണ്ടിലേക്ക് പണം അടച്ചിരിക്കണം. ഇനി 100 മീറ്റർ റൂൾ. 10 സെക്കൻഡ് റൂളിനൊപ്പം പ്രാധാന്യമുള്ളതാണ് ടോൾ പ്ലാസകളിലെ ഈ 100 മീറ്റർ നിയമം. 10 സെക്കൻഡ് ടോൾ ബൂത്തിൽ കാത്തു നിൽക്കുന്ന സമയത്തെയാണെങ്കിൽ 100 മീറ്റർ നിയമം വ്യക്തമാക്കുന്നത് ക്യൂവിൻ്റെ നീളത്തെയാണ്. ടോൾ ബൂത്തിലെ വാഹനങ്ങളുടെ ക്യൂ 100 മീറ്റർ കൂടുതലാണെങ്കിൽ 100 മീറ്റർ പരിധിക്കുള്ളിൽ ആ ക്യൂ കുറയുന്നതുവരെ വാഹനങ്ങൾക്ക് ടോൾ നൽകാതെ കടന്നുപോകാം. ഗതാഗതക്കുരുക്ക് വളരെ ദൈർഘ്യമേറിയതായിരിക്കുമ്പോൾ വാഹനങ്ങളെ സൗജന്യമായി കടന്നുപോകാൻ ഈ മാർഗ്ഗനിർദ്ദേശം അനുവദിക്കുന്നുണ്ട്. അവിടെയും ടോൾ പ്ലാസയിലെ ജീവനക്കാർ കൂടി സഹകരിക്കണം. ക്യൂവിൻ്റെ നീളം 100 മീറ്റർ കൂടുതലാണെന്ന് എങ്ങനെ അറിയാം? ക്യൂവിൻ്റെ നീളം 100 മീറ്റർ കൂടുതലാണെന്ന് വാഹന ഉടമകൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള സംവിധാനവും ടോൾ ബൂത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ടോൾ ലൈനുകളിലുമുള്ള മഞ്ഞ ലൈൻ മാർക്കറുകളാണ് ഇത് എടുത്ത് വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് 100 മീറ്റർ ലൈനും. വാഹനത്തിലിരുന്ന് വെറുതെ വശത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാകും. നിയമങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴും ടോൾ ബൂത്ത് ജീവനക്കാർ അനുവദിക്കാറില്ല. ടോൾ ബൂത്ത് വാഹനം എത്തുമ്പോൾ ഈ അവസരത്തിൽ അധികൃതർക്ക് നിങ്ങൾക്ക് പരാതി നൽകാനും അവസരമുണ്ടാകും. ഈ 2 റൂളുകളും ലംഘിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ. എങ്ങനെ പരാതിപ്പെടാം? ടോൾ പ്ലാസയിലെ 10 സെക്കൻഡ് നിയമം, 100 മീറ്റർ നിയമം എന്നിവ ലംഘിക്കപ്പെടുമ്പോൾ പരാതിപ്പെടാൻ NHAയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 നിങ്ങൾക്ക് ബന്ധപ്പെടാം. ടോൾ ബൂത്തിൽ അനുഭവപ്പെടുന്ന കാലതാമസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പരാതി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഏക ദേശീയ ടോൾ ഫ്രീ നമ്പറാണ് ഇത്. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ വാഹനം 10 സെക്കൻഡിനുള്ളിൽ ടോൾ അടച്ച് പുറത്തിറങ്ങിയില്ലെങ്കിൽ 100 മീറ്ററിനപ്പുറം ക്യൂവിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ₹1 പോലും ടോൾ നൽകാതെ പുറത്ത് കിടക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഫാസ്ടാഗ് വാഹന യാത്രക്കാരൻ്റെ കൂടി അവകാശമാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.